അതെ, രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി വേഗം ഒന്ന് ഒഴിഞ്ഞു മാറിയിരിക്കണം എന്ന് ചിന്തിക്കണവരായിരിക്കില്ലേ നമ്മൾ. അങ്ങനെ തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ഐറ്റം ആണിട്ടത് സോയാ ബിരിയാണി. ഇതുപോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. ബിരിയാണി എന്നും പറയാം, ഇതിന് തക്കാളി ചോറെന്നും പറയാം കേട്ടോ. ഇതുപോലെ ഒരു സാലഡും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഒരു കുക്കർ വെച്ച് കൊടുക്കാം, ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുക്കാം, എന്നിട്ട് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളിയും ചേർത്ത് നല്ല പോലെ വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അതും മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല പോലെ തന്നെ നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കണം. തക്കാളി നല്ലപോലെ സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ് കേട്ടോ. 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള സോയാബീൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കുക്കർ അടച്ച് ഒരു 2 വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയാ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിലും വളരെ പെട്ടെന്നും ടേസ്റ്റിയായും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോയാ ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം.